നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര ഉപ്പളയിൽ നിന്നും പര്യടനം ആരംഭിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് വിഷയമായി BJP ഇതിനെ ഉപയോഗിച്ചാൽ ജനങ്ങൾ മറുപടി പറയുമെന്നും യെച്ചൂരി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കേസ് പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് K. സുരേന്ദ്രൻ. തിങ്കളാഴ്ച മുതൽ രാജധാനിക്ക് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിച്ചു. ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസിന് 22 മുതൽ കാഞ്ഞങ്ങാട്ടും സ്റ്റോപ്പ് അനുവദിച്ചത് 6 മാസത്തേക്ക്. കർണാടകയിൽ നിന്നും സംസ്ഥാനത്തേക്ക് കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് എക്സൈസ് പിടിയിൽ. കോതമംഗലം സ്വദേശി മഹേഷ് മനോഹരനാണ് പിടിയിലായത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും. ഓൾ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് BSNLന്റെ നേതൃത്വത്തിൽ 18 മുതൽ 20 വരെ ദേശീയ പണിമുടക്ക് നടത്തും. ഇതിന് മുന്നോടിയായി കാസർഗോട്ട് വിശദീകരണ യോഗവും പ്രകടനവും നടത്തി. വാർത്തകൾ വിശദമായി. LDF വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര കാസർഗോഡ് ഉപ്പളയിൽ നിന്നും പര്യടനം ആരംഭിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജാഥ ഉദ്ഘാടനം ചെയ്തു. വികസന വിരുദ്ധതയും വിദ്വേഷ രാഷ്ട്രീയവും ചൂണ്ടിക്കാട്ടി BJPയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാൻ ആഹ്വാനം ചെയ്താണ് ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്ര. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന യാത്ര CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. आज ये चुनाव होने वाले हैं मोदी साहब और देश की जनता के बीच में, कोई नेताओं के बीच में नहीं. ये देश की जनता मोदी साहब के बीच में चुनाव है और इस चुनाव में मोदी साहब हारेंगे. देश को नेता नहीं चाहिए, देश को नीति चाहिए और वो नीति जो जनहित में नीति हो, और उस नीति को लाना है तो इस सरकार को हटाना आज अनिवार्य है. अगर हमारे देश के लोगों की रोजमर्रा की जिंदगी को बेहतर करना चाहते हैं और देश की संपत्ति को लूट से बचाना चाहते हैं तो इस सरकार को जाना अनिवार्य है. अगर हमारे देश के अंदर सब संस्थाएं, सुप्रीम कोर्ट से लेकर पार्लियामेंट से लेकर CBI से लेकर RBI तक और बाकी सब संस्थाएं को बचाना है, उनकी संरक्षण करना है, तो इस मोदी सरकार को हटाना अनिवार्य है. और इसको हटाते एक वैकल्पिक सरकार लाए जो नीतियां लागू करे जनहित में, अपने देश के हित में, और वो करना है तो वामपंथियों की ताकत लोकसभा में और ज्यादा होने की जरूरत है. കഴിഞ്ഞ ഏതാനും മാസക്കാലമായി വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പേരിൽ ഈ സർക്കാരിനെതിരെ ഒരു പുതിയ പോർമുഖം തുറക്കാനുള്ള ശ്രമമാണ് BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായം ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം ഈ കഴിഞ്ഞ 1000 ദിവസക്കാലത്തെ നമ്മുടെ സർക്കാരിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവർ വിശകലനം ചെയ്തിട്ടുണ്ടോ? ജാഥയുടെ ആദ്യ സ്വീകരണം കാസർഗോഡ് നഗരത്തിലായിരുന്നു. ഉദുമ മണ്ഡലത്തിലെ ചട്ടഞ്ചാൽ, ഹൊസ്തൂർഗിലെ നോർത്ത് കോട്ടച്ചേരി, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവ് തുടങ്ങിയ 3 കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം യാത്ര കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇരു യാത്രകളും മാർച്ച് 2-ന് തൃശൂരിൽ സംഗമിച്ചാണ് സമാപിക്കുക. ന്യൂസ് ഡെസ്ക് KCN. പുൽവാമ ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് വിഷയമായി BJP ഇതിനെ ഉപയോഗിച്ചാൽ ജനങ്ങൾ മറുപടി പറയുമെന്നും സീതാറാം യെച്ചൂരി കാസർഗോട്ട് പറഞ്ഞു. Unitedly, that is our appeal. Unitedly we should face this challenge and defeat the designs of the terrorists.
That the all-party meeting today, this issue was raised by our representatives. Those are leaders of the Rajya Sabha and our chief whip of the Lok Sabha. So they were present there, and a resolution has been adopted, where it talks of the unity of the country, and we very much cherish that we should not fall into the trap that the terrorists want us to fall. That by their action they think they can disrupt the normalcy in our country and divide our people. That is, their design is that which is something we need to defeat unitedly. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനുമേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. രാജ്യത്തെ വിഭജിക്കുവാനുള്ള നീക്കത്തിനെതിരെ എല്ലാവരും കരുതിയിരിക്കണം. ശബരിമല വിഷയം BJPക്ക് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞ യെച്ചൂരി, മോദി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഭരണഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായി തകരുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കേസ് പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കെ സുരേന്ദ്രൻ. BJP സ്ഥാനാർത്ഥിയായി പ്രാദേശിക നേതാക്കളെ പരിഗണിച്ചേക്കും. KCN എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 89 വോട്ടുകൾക്കാണ് BJPയിലെ കെ സുരേന്ദ്രൻ മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖിനോട് പരാജയപ്പെട്ടത്. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വ്യാപകമായി കള്ളവോട്ട് നടത്തിയെന്നാരോപിച്ച് കെ സുരേന്ദ്രൻ നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് PB അബ്ദുൾ റസാഖ് MLA നിര്യാതനായത്. ഇതോടെ മഞ്ചേശ്വരം മണ്ഡലം വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി. കേസ് പിൻവലിക്കുവാൻ തയ്യാറല്ലെന്ന സുരേന്ദ്രന്റെ തീരുമാനം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാക്കി. ഇതിനിടയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസ് പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കെ സുരേന്ദ്രൻ KCN ന്യൂസിനോട് വ്യക്തമാക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് നടക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം വേണ്ടി വന്നാൽ ഞങ്ങൾ ആ നിലയിലുള്ള തീരുമാനമുണ്ട്. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല, പക്ഷെ ചർച്ച ചെയ്യും. ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ട്. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വീണ്ടും മത്സരിക്കുവാൻ താൽപ്പര്യമില്ലെന്നും പ്രാദേശിക നേതാക്കൾക്ക് അവസരം നൽകണമെന്നതാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരത്ത് ഞാൻ 2 തവണ മത്സരിച്ചാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇനിയൊരു പ്രാദേശിക സ്ഥാനാർത്ഥി ഒക്കെ അവിടെ അവസരം കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി അതനുസരിച്ച് എന്താ തീരുമാനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു പ്രാദേശിക സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. കേസ് പിൻവലിക്കുവാനാണ് BJP തീരുമാനിക്കുന്നതെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പും നടക്കുവാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് KCN. തിങ്കളാഴ്ച മുതൽ രാജധാനി എക്സ്പ്രസിന് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിച്ചു. ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസിന് 22 മുതൽ കാഞ്ഞങ്ങാട്ടും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. 6 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചതെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസർ അറിയിച്ചു. ഫെബ്രുവരി 17-ന് നിസാമുദ്ദീനിൽ നിന്നും പുറപ്പെടുന്ന രാജധാനി എക്സ്പ്രസ് തിങ്കളാഴ്ച വൈകിട്ട് 6:38-ന് കാസർഗോട്ട് നിർത്തും. 2 മിനിറ്റിന് ശേഷം 6:40-ന് ട്രെയിൻ കാസർഗോട്ട് നിന്നും പുറപ്പെടും. 19-ന് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് പോകുന്ന രാജധാനി ട്രെയിൻ പുലർച്ചെ 4:33-ന് കാസർഗോട്ടെത്തും. 4:35-ന് പുറപ്പെടും. ആഴ്ചതോറും നിസാമുദ്ദീനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും 3 വീതം സർവീസാണ് ഉള്ളത്. നിസാമുദ്ദീനിലേക്കുള്ള ട്രെയിൻ ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലാണ് കാസർഗോട്ട് എത്തുക. തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ തിങ്കൾ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് കാസർഗോട്ട് എത്തുന്നത്. അതേസമയം നാഗർകോവിൽ ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ് 22 മുതൽ കാഞ്ഞങ്ങാട്ട് സ്റ്റോപ്പ് അനുവദിച്ചു. 22-ന് പുറപ്പെടുന്ന ട്രെയിൻ 23-നാണ് കാഞ്ഞങ്ങാട്ട് എത്തുന്നത്. പുലർച്ചെ 3:19-ന് എത്തി 3:20-ന് പുറപ്പെടും. ഗാന്ധിധാമിൽ നിന്നുള്ള ട്രെയിൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:58-ന് കാഞ്ഞങ്ങാട്ടെത്തി 2:59-ന് പുറപ്പെടും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നാഗർകോവിൽ ഗാന്ധിധാം സർവീസ് നടത്തുന്നത്. കർണാടകയിൽ നിന്നും സംസ്ഥാനത്തേക്ക് കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് എക്സൈസ് പിടിയിൽ. കോതമംഗലം സ്വദേശി മഹേഷ് മനോഹരനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്.
മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കർണാടക RTC ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 10 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് എക്സൈസ് പിടിയിൽ. കോതമംഗലം സ്വദേശി മഹേഷ് മനോഹരനാണ് എക്സൈസ് സംഘത്തിന്റെ വലയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ, പ്രിവന്റീവ് ഓഫീസർമാരായ M രാജീവൻ, NV ദിവാകരൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേന്ദ്രൻ, കൃഷ്ണൻ, ഗീത, ശാലിനി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുവാൻ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഫെബ്രുവരി 17 ആരംഭിക്കും. സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് നിർവഹിക്കുക. ജില്ലയിലെ 3ാമത്തെ ഹൈവേ പോലീസ് സ്റ്റേഷനാണിത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഹൈവേക്ക് സമീപം പോലീസ് സ്റ്റേഷൻ ഉള്ളത് നീലേശ്വരത്താണ്. ഇവയ്ക്ക് മധ്യഭാഗത്തായാണ് പുതിയ പോലീസ് സ്റ്റേഷൻ വരുന്നത്. കളനാട്, ചെമ്മനാട്, തെക്കിൽ, ബാര, പെരുമ്പള എന്നീ സ്ഥലങ്ങളാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് കീഴിൽ വരുന്നത്. ദേശീയപാതയിലെ യാത്രികർക്ക് യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷനെയോ നീലേശ്വരം പോലീസ് സ്റ്റേഷനെയോ ആണ് നിലവിൽ ആശ്രയിക്കുന്നത്. ഇത് പലപ്പോഴും ഹൈവേ യാത്രികർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിനുള്ള പരിഹാരമാവുകയാണ്. 36 പോലീസുകാരുടെ സേവനം ഇവിടെ ലഭ്യമായിരിക്കും. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 2 സബ് ഇൻസ്പെക്ടറും, ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും, 5 സീനിയർ സിവിൽ പോലീസ് ഓഫീസറും, 20 സിവിൽ പോലീസ് ഓഫീസറും, 5 വുമൺ സിവിൽ പോലീസ് ഓഫീസറും, 2 ഡ്രൈവറും ഉണ്ടായിരിക്കും. ഇരുനില വാടക കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് KCN. ഓൾ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് BSNLന്റെ നേതൃത്വത്തിൽ 18 മുതൽ 20 വരെ ദേശീയ പണിമുടക്ക് നടത്തും. ഇതിന് മുന്നോടിയായി കാസർഗോഡ് വിശദീകരണ യോഗവും പ്രകടനവും നടത്തി. കാസർഗോഡ് BSNL ഓഫീസിന് മുന്നിലാണ് വിശദീകരണ യോഗവും പ്രകടനവും നടത്തിയത്. പ്രകടനത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രകടനം AUAB ജില്ലാ കൺവീനർ രവീന്ദ്രൻ കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. മറ്റു കമ്പനികൾക്കൊക്കെ തന്നെ ഡാറ്റ 4Gയുടെ സേവനം ഉപയോഗിക്കുമ്പോൾ BSNLന് 3G മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്ന് 4G കൊടുക്കാൻ പറ്റുമെന്ന് മാനേജ്മെൻറ്റ് പറയുന്നില്ല. അതിനൊരു താല്പര്യവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റിലയൻസുകാരൻ രാജ്യവ്യാപകമായിട്ട് അവൻ്റെ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വിന്യസിക്കുകയും അവൻ്റെ 4G വലിയ രീതിയിൽ സൗജന്യങ്ങളോടുകൂടി ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോൾ നാമമാത്രമായിട്ടുള്ള BSNLൻ്റെ സേവന വിഭാഗത്തെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതിൻ്റെ പേരിലാണ് BSNLന് നഷ്ടമുണ്ടാകുന്നത്. BSNL പ്രവർത്തന നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞത് ഈ മത്സരാധിഷ്ഠിത സമൂഹത്തിൽ മത്സരിക്കാനുള്ള കാര്യശേഷി BSNLന് കൊടുക്കുന്നതിൽ BSNL നടത്താൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് പിറകോട്ട് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് 4G BSNLന് നൽകുക, അതുപോലെ തന്നെ ഈ ടെലികോം മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BSNLൻ്റെ സേവനം കാര്യക്ഷമമാക്കിക്കൊണ്ട് ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും നല്ല സ്പീഡിലുള്ള ഡാറ്റയും അതുപോലെ തന്നെ വോയിസ് കോളും ഒക്കെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. V ചന്ദ്രാനന്ദ് അധ്യക്ഷത വഹിച്ചു. വിനോദ്, മധുഭട്ട്, ബാലകൃഷ്ണ നായിക്, M പ്രഭാകർ എന്നിവർ സംസാരിച്ചു. വാഗ്ദാന ലംഘനത്തിനെതിരെയും അവകാശങ്ങൾ നേടിയെടുക്കുവാനുമാണ് ഓൾ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് BSNLന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപകമായി 3 ദിവസം പണിമുടക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ബന്ദിയോട് പച്ചമ്പള്ള ഉറൂസിന് തുടക്കമായി. സമാപന ദിവസമായ 24-ന് ആയിരങ്ങൾക്ക് അന്നദാനം ഉണ്ടാകും. കേരളത്തിന് പുറമെ കർണാടകയിൽ നിന്നുമായി ആയിരങ്ങളാണ് ഉറൂസിനായി ഇവിടെ എത്തുന്നത്. ബന്ദിയോട് പച്ചമ്പള ഉറൂസിന് തുടക്കമായി. ജാതിമത ഭേദമന്യേ 100 കണക്കിന് ആളുകളാണ് ഉറൂസിൽ പങ്കെടുക്കാനായി ദർഗയിലേക്ക് എത്തുന്നത്. അടക്ക, തേങ്ങ, ശർക്കര എന്നിവയാണ് ഇവിടുത്തെ നിവേദ്യം. കേരളത്തിനു പുറമെ കർണാടകയിൽ നിന്നും നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഉറൂസിനോടനുബന്ധിച്ച് നിത്യേന മതപ്രസംഗ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഉറൂസ് 24-ന് സമാപിക്കും. പെരിയ ഗ്രാമത്തിലെ 2 കുടുംബങ്ങൾക്ക് വീടൊരുക്കി പെരിയയിലെയും UAയിലെയും കൂട്ടായ്മ. പെരിയ സൗഹൃദവേദിയുടെ നേതൃത്വത്തിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. പെരിയയിലെ UAE കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരിയ ഗ്രാമത്തിലെ 2 കുടുംബങ്ങൾക്ക് വീടൊരുക്കി നൽകി. പെരിയ സൗഹൃദവേദിയുടെ നേതൃത്വത്തിലാണ് 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. പെരിയ മഞ്ഞട്ടയിലെ ബേബിയുടെയും
കനിങ്കുണ്ടിലെ ശ്യാമളയുടെയും കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വെള്ളിയാഴ്ച പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ADM N ദേവിദാസ് താക്കോൽദാനം നിർവഹിച്ചു. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി മറ്റുള്ള അറിയാതെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവം അറിയുന്നത്. അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പെരിയ സൗഹൃദ വേദി ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പെരിയയിൽ നടത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ സമൂഹത്തിലുള്ള നിരാലംബരായിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കാനുള്ള സന്മനസ് എല്ലാ പൊതുസമൂഹവും കാണിക്കണം, ജനങ്ങളും കാണിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ. സൗഹൃദവേദി പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാരാങ്കാവ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ C ശശിധരൻ, K കുമാരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ T രാമകൃഷ്ണൻ, N ബാലകൃഷ്ണൻ, AM മുരളീധരൻ, സൗഹൃദവേദി മുൻ പ്രസിഡന്റ് പ്രമോദ് പെരിയ, VK വേണുഗോപാലൻ നായർ, ശ്രീജിത്ത് പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയായില്ല. ചെങ്കൽ ക്വാറി ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല സമരത്തിലേക്ക്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ക്വാറി ഓണേഴ്സ് ആൻഡ് തൊഴിലാളികൾ ധർണ നടത്തി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങിയത്. വരും ദിവസങ്ങളിൽ സമരം ശക്തിപ്പെടുത്തുമെന്നും ചെങ്കൽ മേഖലയിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സമരക്കാർ പറഞ്ഞു. സമരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർ പങ്കെടുത്തു. അധികൃതർ നിയമതടസ്സം നീക്കുക, ചെറുകിട ചെങ്കൽ മേഖലയെ സംരക്ഷിക്കുക, വൻകിടക്കാരെ സഹായിക്കാനുള്ള നീക്കം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാരിൽ നിന്നും ഉയർന്നുവന്നു. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. കയ്യാണതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ നമ്മൾ നിവേദനം കൊടുക്കുന്നുണ്ട്. ഈ നിവേദനത്തിന്റെ ഭാഗമായിട്ട് അവർ നമുക്ക് മറുപടി പറയും. ഇപ്പോൾ താലൂക്കിൽ കെട്ടിക്കിടക്കുന്ന വണ്ടികൾ, എല്ലാ വണ്ടികളും ലോണും കാര്യവും എടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിയതാണ്. അവർ അതിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണം. അവർ നിയമപരമായുള്ള എന്താ അതിൻ്റെ ഈടായിക്കൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത് നമ്മൾ മറ്റു രീതിയിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകുന്നതല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ചെങ്കലിറക്കുവാനും നമ്മുടെ നാട്ടിൽ തന്നെ മണ്ണിറക്കുവാനും. യൂണിയൻ നേതാവ് രാധാകൃഷ്ണൻ മണിയാണി ഉദ്ഘാടനം ചെയ്തു. ശേഖരൻ വാഴുന്നോറടി അധ്യക്ഷനായി. A ഭാസ്കരൻ, A ഗോപാലകൃഷ്ണൻ, P ഹരീഷ് എന്നിവർ സംസാരിച്ചു. പൈവളികെ കളായി ജാറം ഉറൂസിന് തിങ്കളാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൈവളികെ ഹസ്രത്ത് മമ്മി ഷഹീദ് വലിയുല്ലാഹിയുടെ പേരിൽ 2 വർഷത്തിലൊരിക്കൽ നടന്നുവരാറുള്ള ഉറൂസ് പരിപാടികൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. 24-ാം തീയതി ഞായറാഴ്ച അന്നദാനത്തോടെയാണ് ഉറൂസ് സമാപിക്കുന്നത്. കാസർഗോഡ് സംയുക്ത ഖാദി പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല, സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ, സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ബാ അലിവി ഗാന്ധിനഗർ, സയ്യിദ് അഷ്റഫ് അൽ സഖാഫ് തങ്ങൾ ആദൂർ, കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി തുടങ്ങിയ പ്രഗൽഭ പണ്ഡിതന്മാരും വിവിധ ദിവസങ്ങളിലായി പ്രഭാഷണം നടത്തും. 2 വർഷത്തിലൊരിക്കൽ നടത്തിവരാനുള്ള ഉറൂസ് നേർച്ചയുടെ തുടക്കം 2019 ഫെബ്രുവരി മാസം 18 മുതൽ 24 വരെ നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് കുഞ്ഞി ഹാജി പടത്തൂർ, KH അബ്ദുൽ ഖാദർ ഹാജി, സ്വാലിഹ് ഹാജി കളായി, അസീസ് കളായി, MK മൂസ കളായി, ഷേഖാലി കളായി എന്നിവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം പൊയ്യത്തബയൽ മഖാമുറൂസിന് തുടക്കമായി. അദാഉല്ല തങ്ങൾ MA പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പൊയ്യത്തബയിൽ അസയ്യിദത്ത് മണവാട്ടി ബീവിയുടെ പേരിൽ 2 വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന മഖാം ഉറൂസ് പരിപാടികൾക്ക് തുടക്കമായി. പൊയ്യത്തബയിൽ കാസി ഷൈഖൂന M അലി കുഞ്ഞി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജമാഅത്ത് പ്രസിഡന്റ് DMK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന മതപ്രഭാഷണ പരിപാടി ജാഫർ സാദിഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉറൂസുകളും അതിനുവേണ്ടി തന്നെ ഈ ഉറൂസുകളിലൂടെ നമ്മുടെ ഈമാനിന്റെ ചൈതന്യം, നമ്മുടെ സത്യവിശ്വാസത്തിന്റെ മാറ്റുകയാണ് ചെയ്യുന്നത്. പൊയ്യത്തബയിൽ ഖാസി ഷൈഖൂന M അലി കുഞ്ഞി ഉസ്താദ് അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ സഹദി KC റോഡ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സുന്നി യോജനാ സംഘം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മദനി പല്ലങ്കോട്, മുഹമ്മദ് സഖാഫി പാത്തൂർ, അബ്ദുൽ മജീദ് ഫൈസി, സിറാജുദ്ദീൻ സിദ്ദീഖി, ജാഫർ സാദിഖ് സഅദി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര ഉപ്പളയിൽ നിന്നും പര്യടനം ആരംഭിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു.
പുൽവാമ ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് വിഷയമായി BJP ഇതിനെ ഉപയോഗിച്ചാൽ ജനങ്ങൾ മറുപടി പറയുമെന്നും യെച്ചൂരി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കേസ് പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് K. സുരേന്ദ്രൻ. തിങ്കളാഴ്ച മുതൽ രാജധാനിക്ക് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിച്ചു. ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസിന് 22 മുതൽ കാഞ്ഞങ്ങാട്ടും സ്റ്റോപ്പ് അനുവദിച്ചത് 6 മാസത്തേക്ക്. കർണാടകയിൽ നിന്നും സംസ്ഥാനത്തേക്ക് കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് എക്സൈസ് പിടിയിൽ. കോതമംഗലം സ്വദേശി മഹേഷ് മനോഹരനാണ് പിടിയിലായത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും. ഓൾ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് BSNLന്റെ നേതൃത്വത്തിൽ 18 മുതൽ 20 വരെ ദേശീയ പണിമുടക്ക് നടത്തും. ഇതിന് മുന്നോടിയായി കാസർഗോട്ട് വിശദീകരണ യോഗവും പ്രകടനവും നടത്തി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.